മോഹൻലാൽ നായകനായ ശിക്കാർ സിനിമയുടെ ചിത്രീകരണത്തിനിടെ 2010 കോതമംഗലത്തെ ഹോട്ടലിലാണ് നടൻ ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം കൊലപാതകമാണെന്ന് ശ്രീനാഥിന്റെ സഹോദരൻ ഉറപ്പിച്ചു പറയുന്നു. ഈ ഒരു മരണം സംഭവിച്ചത് സംതിങ് റിലേറ്റഡ് ടു ഫിലിം. സ്റ്റിൽ ഐ ബിലീവ് സിനിമ സംബന്ധമായിട്ടാണ് ആ മരണം സംഭവിച്ചത്, അല്ലാതെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലോ പേഴ്സണൽ വഴക്കിലോ അല്ല. ഷീച്ചേൻ്റെ ദേഹത്ത് എത്ര കട്ട്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 3-4 കട്ടുണ്ടായിരുന്നു, കഴുത്തിൽ കട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ കഴുത്തിൽ കട്ട് ചെയ്തിട്ട് കയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ പിന്നിലും എന്തെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാകണം. അതിൻ്റെ കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഷീച്ചേൻ്റെ എല്ലാ ഐറ്റംസും മിസ്സിങ് ആണ് റൂമിൽ നിന്ന്. നമ്മൾ ചോദിച്ചപ്പോൾ ഇതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഷീച്ചേൻ്റെ മൊബൈൽ ഫോൺസ്, ഷീച്ചേൻ്റെ അതർ പേഴ്സണൽ തിങ്സ്, ഇതിനെപ്പറ്റി ഒന്നും ഒരു പോലീസും നമ്മളോട് ഇതൊന്നും പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ പലരും പറഞ്ഞു, സിനിമ ഇൻഡസ്ട്രിയിലെ പലരും വന്ന് ത്രട്ടൺ ചെയ്തിരുന്നു. ഷീച്ചേട്ടൻ അമ്മയുടെ മെമ്പറായിരുന്നില്ല, അതുകൊണ്ട് പലരും ത്രട്ടൺ ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ ന്യായീകരിച്ചതിന് സമാനമായി ശ്രീനാഥിന്റെ മരണത്തിന് സിനിമയുമായി ഒരു ബന്ധവുമില്ലെന്ന് സംഭവം നടന്ന അന്നു തന്നെ അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് പ്രസ്താവന നടത്തിയ കാര്യവും സത്യനാഥ് ചൂണ്ടിക്കാട്ടി. ഇതിനെന്തായാലും ഒരു അന്വേഷണം വേണം. നമ്മളതിന് കംപ്ലൈൻറ്റും കൊടുക്കും. രണ്ടാമത് എവിടെയാണ്, എന്താണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മിസ്റ്റീരിയസ് ആയിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് മിസ്റ്ററി അറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റാൻഡ്, ഇതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് ആരാ പിന്നിലെന്ന് വെച്ചാൽ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറൊന്നുമല്ല, എനിക്കറിയില്ല. പക്ഷേ ഈ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ പലരും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ പറയാനുള്ളൂ, അങ്ങനെ ഇഷ്യൂ, ഇങ്ങനെ ഇഷ്യൂ. അപ്പോൾ ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണോ, ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ശ്രീനാഥ് ആത്മഹത്യ ചെയ്തതല്ലെന്നും ദുരൂഹതയുണ്ടെന്നും നടൻ തിലകൻ പലതവണ നേരിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നും സത്യനാഥ് വ്യക്തമാക്കി. പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഇതൊരു മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന്. പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് പുറത്ത് പറഞ്ഞാൽ? ചേട്ടാ, നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല, അതുകൊണ്ടാണ്. എത്രയോ ചെറിയൊരു കാര്യമാണത്. ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി ഈ ആഴ്ച തന്നെ മുഖ്യമന്ത്രിക്കും DGP ലോക്നാഥ് ബെഹ്റയ്ക്കും നൽകും. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം PS വിനയ, മാതൃഭൂമി ന്യൂസ്.